അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ അവർ ഫാമിലി. അപ്പോൾ ഗൈസ്, ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഫാമിലി ഗെറ്റ് ടുഗദറിൻ്റെ വിശേഷങ്ങളായിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ വാപ്പന്മാരുടെ ഫാമിലിയാണ്. അവർക്ക് വീട്ടിൽ കുടുംബസംഗമം. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. ഞങ്ങൾ നേരത്തെ എത്തിയിട്ടോ. അങ്ങനെ എത്തിയിട്ട് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഞാൻ കുട്ടീസിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഹേ ഗായ്സ്, നീ പറ. ഹേ ഗായ്സ്, നീ പറ. ഹേ ഗായ്സ് പറ. നീ പറ ഇത് യൂട്യൂബ് ഇടാനാ പറ. അപ്പോൾ നമ്മൾ പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത് ചേറ്റുവിൽ നിധി കോട്ടേജ് വെച്ചിട്ടായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല സെറ്റാണ്. അപ്പോൾ എൻ്റെ വാപ്പിച്ചിയാണ് ആങ്കറിങ് ഉണ്ടായിരുന്നത്. ഫാത്തിയോട് കൂടി പരിപാടി തുടങ്ങി. അതിനുശേഷം കിറാത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തത് എൻ്റെ അമ്മായിയാണ്. അപ്പം അമ്മായിയാണ് അർക്ക വീട്ടിലത്തെ ഏറ്റവും വലിയൊരു മുതിർന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനുശേഷം പിന്നെ അമ്മായിനെ ആദരിക്കലായിരുന്നു, പൊന്നാടണിയിച്ചിട്ട്. അതുപോലെ തന്നെ അമ്മായി തിരിച്ചും മൂത്താപ്പാനെ പൊന്നാടണിയിച്ചു. പിന്നെ ഉണ്ടായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ഫാമിലീസ് അവർ വന്ന് പരിചയപ്പെടുത്തേന്. അപ്പോൾ ആദ്യം തന്നെ അമ്മായിയുടെ ഫാമിലി ആണ് കേട്ടോ പരിചയപ്പെടുത്തിയത്. പിന്നെ അതിന് ശേഷം ഇത് മാമായുടെ ഫാമിലിയാണ്. കുറേ മാമിമാരുള്ള ഒരു ബിഗ് ഫാമിലി. ഇതൊക്കെ എൻ്റെ മാമിമാരാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം എൻ്റെ അമ്മായിയുടെ ഫാമിലിയുടെ പരിചയപ്പെടുത്തലാണ്. പിന്നെയാണ് നമ്മൾ അടിപൊളി പരിപാടികൾ അങ്ങോട്ട് തുടങ്ങിട്ടോ. ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി പരിപാടികൾ ഉണ്ടായിരുന്നു. കുഞ്ഞിലെ ഔക്കാന മോള ബാപ്പാന്റെ സ്വർണ്ണക്കന്യ ആങ്ങളമാർക്കൊക്കെ ബീരിയ ഈ ഉമ്മാരെ ഇപ്പോഴും മോളാണ് പഠിക്കുന്ന. പിന്നെ നമ്മളാകെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെ പോയാലും പിന്നെ പാട്ട് പാടുമല്ലോ, അത് നിർബന്ധമാണല്ലോ. പിന്നെ കുട്ടീസിൻ്റെ നല്ല ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ഓഡിയൻസ് ആയിട്ട് മാമിമാരും അമ്മായിമാരും അങ്ങനെ ഒരുപാട് പേരുള്ളപ്പോൾ നോ ടെൻഷൻസ് അറ്റ് ഓൾ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ മൊത്തം ആൺകുട്ടികളായിരുന്നു, കുഞ്ഞു കുട്ടീസ്. പിന്നെ എൻ്റെ വാപ്പിച്ചിട്ടൊക്കെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. പെട്ടെന്ന് പോയി മൈക്കെടുത്ത് പെട്ടെന്ന് പാടിയ പാട്ടായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ഫ്രൈഡ് റൈസ് ആയിരുന്നു ഫുഡായിട്ടുണ്ടായിരുന്നത്. ദെൻ ചില്ലി ഗോബി ബൊഫേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും അവിടെ ക്യൂവിൽ നിൽക്കുകയാണ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ കുട്ടികളൊന്നും മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട്, ഡ്രോയിങ്ങിന് താല്പര്യമുള്ള എല്ലാവരെയും കൊടുന്നിരുത്തിയിട്ട് എല്ലാവരും ആ ഒരു ഇതിൽ ബിസി ആയിട്ടിരിക്കുകയാണ് കേട്ടോ, വരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ ഫാമിലി ഫോട്ടോ എടുത്തു, ഒരു വീഡിയോ എടുത്തു. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു അടിപൊളി വൈബായിരുന്നു, ഗാനമേളയായിരുന്നു. അപ്പോൾ വാപ്പിച്ചിനെ ഉമ്മച്ചിനെ ഓരോ കപ്പിൾസിനോട് നിർത്തിയിട്ട് ചുറ്റും വട്ടിട്ടിട്ട് ഇരുന്നിട്ട് കളിക്കാൻ കേട്ടോ. വാപ്പിച്ചിക്കും നാണേറ്റ്. അതിനുശേഷം പിന്നെ അമ്മായിനെ കൊടുന്നിരുത്തിയിട്ടുള്ളതായിരുന്നു കേട്ടോ. 2 കപ്പിൾസിനെ കൊടുന്നിരുത്തിയിട്ടുള്ള.
ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കുറേ ഭാഗത്തൊന്നും ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, കാരണം ഞാൻ അതേപോലെ നിർത്തിയിട്ടിരിക്കുകയാണ്. ബിക്കോസ് അതൊക്കെ ഒരു ഹാപ്പിയസ്റ്റ് മൂമെൻ്റ് ആണ്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് തോന്നി. ദാറ്റ്സ് ഓൾ. അങ്ങനെ ഓരോരോ കപ്പിൾസായിട്ട് വന്നിട്ട് അവരിരുത്തിയിട്ടാണ്ട് കളിക്കലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഗാനമേളയായിരുന്നു. ഗാനമേളൊക്കെ കഴിഞ്ഞു വന്ന് കുറേ ആയപ്പോൾ നമ്മളോട് പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങുന്ന ഡാൻസ് കളിക്കുക. പിന്നൊന്നും നോക്കില്ല, നേരെ കയറി കളിച്ചിട്ടാ. നല്ല അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് അടിപൊളി. പിന്നെ അതിന് ശേഷം നല്ല അടിപൊളി അന്താക്ഷരി അടിച്ച് പൊളിച്ചായിട്ട് കളിക്കലായിരുന്നു കേട്ടോ. അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ അപ്പുറത്തെ ടീമിന് ഗ എന്നുള്ള അക്ഷരം കിട്ടി. അപ്പൊ ഗംഗേ എന്ന് പറഞ്ഞ പാടി. അതാണ് എല്ലാരും എടുത്ത് ചിരിക്കണ രംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. എന്താ എൻ്റെ മാമിയുടെ പാട്ടുണ്ടായിരുന്നു കേട്ടോ. മാമിയുടെ പാട്ടൊക്കെ നല്ല ഇഷ്ടമായി, നല്ല അടിപൊളി ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. ഇതിനതിനുശേഷം എല്ലാവരും കൂടി വട്ടിട്ടിട്ട് നമ്മളെ ഗുണ്ടു സഖി ഒരു കുലമുന്തിരി ആ പാട്ട് പാടി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അമ്മായിയുടെ വക പാട്ടുണ്ടായിരുന്നു. അമ്മായിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ ഉണ്ണിയപ്പോണ് കേട്ടോ. സുറ ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ഞങ്ങൾ ഒരുപാട് ചിരിച്ചിട്ട് എല്ലാവരും ഇത് ചിരിക്കുക. പിന്നെ ഇതെല്ലാവരും കൂടി ലാസ്റ്റ് എല്ലാവരും കൂടി ഒരുമിച്ച് എല്ലാവരും കൂടി വട്ടിട്ട് കളിച്ച് ലാസ്റ്റത്തെ ഒരു ഡാൻസാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പാട്ടിലും ഡാൻസിലൊക്കെ ഏർപ്പെട്ട് നിന്നപ്പോൾ കുട്ടീസിൻ്റെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം വന്ന ഡാൻസാണ് അച്ഛൻ്റെ ഫീലിങ്സ്. പിന്നെ അതിനുശേഷം മറിയൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു.
അങ്ങനെ ഡാൻസുകളും പാട്ടുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ പരിപാടിയായിരുന്നു ഉറിയടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ണ് കെട്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ വീഡിയോ നല്ല അടിപൊളിയായിട്ട് തോന്നി. അപ്പോൾ ഇതും കൂടി ആഡാക്കി. അങ്ങനെ വാപ്പിച്ച് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, കണ്ണിൽ പോയി കുത്തിരുന്നൊക്കെ. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് പറയാം ഒരു പാട്ട് വെക്കും. ആ പാട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക കളിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ കട്ട പോരാട്ടായിരുന്നു ആര് പൊട്ടിക്കുമെന്നുള്ളതിൽ കേട്ടോ. ആൻഡ് ഫൈനലി അത് പൊട്ടിയിട്ടോ. പൊട്ടി ഗായ്സ്. അങ്ങനെ പിന്നെ ആ പൊട്ടിച്ച സന്തോഷത്തിൽ എൻ്റെ വാപ്പച്ചിയുടെ സിസ്റ്ററാണ് കേട്ടോ. വാപ്പച്ചിനെ അതിങ്ങനെ കെട്ടി പിടിക്കണം ആ ഒരു സന്തോഷത്തിൽ. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഏറ്റവും നല്ല ആകാംക്ഷയെ നിർത്തിയിട്ടുള്ളതാണ് നമ്മൾ കാണുന്നത്. ആര് പൊട്ടിക്കും ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തെന്നുള്ളതാട്ടോ ഇത്. അതിലൊരാളുടെ വടി ഇടയ്ക്കിടയ്ക്ക് പൊട്ടി പോകണ്ടായിരുന്നു. ഒടിയിലൊരാൾ പൊട്ടിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം എല്ലാവർക്കും പ്രൈസ് കൊടുക്കലുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്മിറ്റികൾ എല്ലാവരും കൂടി സ്റ്റേജിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് മൂത്താപ്പ വോട്ട് ഓഫ് താങ്ക്സ് പോലെ ഇങ്ങനെ അടുത്ത വർഷം വെക്കും, എല്ലാവരും വരണം, ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പ്രസംഗിക്കുകയാണ്. അതിനുശേഷം പിന്നെ പ്രൈസ് കൊടുക്കൽ തുടങ്ങിയിട്ട് ഓരോ ഫാമിലിത്തെ ഓരോ മെമ്പറിനെ വിളിച്ചിങ്ങനെ കൊടുക്കൽ തുടങ്ങി, പ്രൈസ് കൊടുക്കൽ തുടങ്ങി. എല്ലാവർക്കും കൊടുക്കണത് വീഡിയോ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരുടെയും ഫോട്ടോ പറ്റുന്ന അത്ര ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വലിയവർക്കൊക്കെ പ്രൈസ് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കലുണ്ടായിരുന്നു. പിന്നെ ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വാപ്പിച്ച് തന്നെയാണ് കേട്ടോ തന്നത്. അങ്ങനെ പ്രൈസ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേക്ക് കട്ട് ചെയ്യലായിരുന്നു ലാസ്റ്റത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും സെറ്റായി നിൽക്കുകയാണ് കേട്ടോ. ആൻഡ് ഫൈനലി വാപ്പിച്ച അമ്മേൻ്റെ കൂടെ നിന്ന് കേക്ക് കട്ട് ചെയ്തു, പോപ്പറൊക്കെ പൊട്ടിച്ചു, അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും കേക്ക് കിട്ടാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് കേട്ടോ. വെയിറ്റിംഗ് ഫോർ ദ കേക്ക്. അങ്ങനെ എല്ലാവരും കേക്ക് കഴിക്കണതിൽ നല്ല രീതിയിൽ ബിസി ആയിപ്പോയി. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.